ഹലോ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ. ഇന്ന് വേറെ ചെറിയൊരു കാര്യം പറയാനാണ്. അപ്പം ഞാനത് ചെയ്ത് നോക്കി, അത് സക്സസ് ആയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒന്ന് അറിയിച്ചേക്കാമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. വേറൊന്നുമല്ല, നമ്മൾ ഇപ്പം ഒത്തിരി പേരൊക്കെ അനുഭവിക്കുന്നതായിരിക്കും നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്നഗ്ഗി എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളതില്ലേ. അത് ഞങ്ങൾക്ക് ഒരു വലിയ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. അപ്പം ചുറ്റുമതിലോട് കൂടിയുള്ളതാണ്. വേറെ അത് കത്തിച്ച് കളയാനോ ഒന്നും സ്ഥലമില്ല. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. കുട്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്നഗ്ഗി ആണെങ്കിലും നമ്മൾ ആദ്യം തൊട്ടുള്ളത് തന്നെ ഇവിടെ ഒരു എടുത്ത് വെച്ചിരിക്കുമായിരുന്നേ. അത് എന്താ ചെയ്യേണ്ടത്, നമുക്ക് അത് ഒരു രീതിയിലും അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നവരെടുക്കും, ആ ഒരു രീതിയിൽ അത് എന്നാ അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന പോലെ അങ്ങനെയില്ല. നമ്മൾ തന്നെ ഇതൊരു പ്രത്യേക ഡേറ്റിലെങ്ങാണ്ട് അവരെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊണ്ട് കൊടുത്താലാണ് കേട്ടോ എടുക്കുകയുള്ളൂ. അപ്പം അത് നമ്മൾ തൂക്കത്തിനനുസരിച്ചാണ് അത് എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പം ചിലപ്പോൾ വെയിറ്റ് കൂടുതലാകുമ്പോൾ അതിനനുസരിച്ചുള്ള ക്യാഷ് നമ്മൾ കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഒരു പ്രാവശ്യം അങ്ങനെ കൊടുത്തു. ബാക്കി ഇങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്നുണ്ടല്ലോ, കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പം എപ്പോഴും തന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴാണ് ഹസ്ബൻഡാണ് കേട്ടോ ആ സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. നമ്മൾ വേറൊന്നുമല്ല, വലിയ ആധികാരികമായുള്ള സൊല്യൂഷനൊന്നുമല്ല, സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെറസ് തന്നെ വേണമെന്നില്ല, നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് അത് കുറച്ച് ദിവസം ഇട്ടൊന്ന് ഉണക്കിയെടുത്തു കേട്ടോ. പറയുമ്പം എത്രത്തോളം എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ചെയ്ത സൊല്യൂഷനാണ് കേട്ടോ അത്. അപ്പം നമ്മൾ ടെറസിൻ്റെ മേളിൽ വെച്ച് അതൊന്ന് ഉണങ്ങിയെടുത്തു. അപ്പം പക്ഷേ അത് മിക്ക ആളുകളും അങ്ങനെ പറഞ്ഞപ്പം എല്ലാവരും തന്നെ പറഞ്ഞു അതങ്ങനെ ഉണങ്ങുന്ന സംഭവമൊന്നും അല്ല. നമ്മൾ അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെല്ലാം പറയുന്നത് അതിങ്ങനെ അതിൻ്റെ ഉള്ളിലെ ആ ഇരിക്കുന്ന ദ്രവം പോലെ ഇരിക്കുന്ന അത് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ സാധാരണ കത്തിച്ച് കളഞ്ഞാൽ മതി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഒരു പ്രോബ്ലം ആയിരുന്നു ദൈവമേ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പോയില്ലെങ്കിൽ ഇത് ഒരുപാടുണ്ടല്ലോ. അപ്പം നമുക്ക് ഒത്തിരി സ്ഥലമില്ല കളയാൻ തന്നെ, നമുക്ക് കത്തിച്ച് കളയാൻ തന്നെ അത്യാവശ്യം പേപ്പറും അതും ഇതൊക്കെയാണ് നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കത്തി പോയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു വലിയൊരു പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞത് എന്നാൽ നമുക്കിതിങ്ങനെ ചുമ്മാ വെറുതെ ഒന്ന് വെയിലത്തിട്ടൊന്ന് ഉണങ്ങി നോക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. എന്നായാലും സംഭവം ഏറ്റു. അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് ഉണങ്ങി കിട്ടി. അതിൻ്റെ ഉള്ളിൽ യാതൊരുവിധ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് അതൊന്ന് ഉണങ്ങി എടുത്താൽ മതി. നല്ല വെയിലത്തിട്ട് ഉണങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ട് ഉണങ്ങിയെടുക്കണം. അപ്പം ഉണങ്ങിയെടുത്ത് കഴിയുമ്പോഴത്തേനും അത് നല്ല ഇങ്ങനെ പപ്പടം പൊടിയുന്ന പോലെ പൊടിയുന്നൊരവസ്ഥയാണ് കേട്ടോ. ഇത് ഞാൻ പറയുന്ന ആൾക്കാരെ എത്രത്തോളം എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഏത് വിധത്തിൽ എടുക്കുമെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ഒരു ദോഷമില്ലാതെ വരുന്നതാണ്. സാധാ വെയിലത്ത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി. നമ്മളിങ്ങനെ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടി വൈകിട്ട് മാറുന്നു ഒക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. ആരും പുറത്ത് പറയുന്നില്ലെങ്കിലും ഇത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. പ്രത്യേകിച്ച് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് നമുക്കിത് ഭയങ്കര പ്രോബ്ലമാണ്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷനാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന സൊല്യൂഷനാണ് ഇത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ച് സക്സസ് ആയതൊന്നുമല്ല, ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ചു, ആദ്യം തന്നെ സക്സസ് ആയി. അപ്പോൾ എന്നായാലും ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ പറയുന്നതാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്കത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിതേ ഇവിടെ എടുത്ത് വെച്ചിരുന്ന സ്നഗ്ഗിയുടെ ആ ഒരു അതും ഞങ്ങൾ ഉണക്കാനിട്ടത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അങ്ങനെയാണെങ്കിൽ അതൊന്ന് വീഡിയോ ആക്കി എല്ലാവരിലും ഒന്ന് എത്തിച്ചേക്കാമെന്ന് ഓർത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനതെങ്ങനെ കത്തിച്ചതെന്നും കത്തിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി അവിടെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം നമുക്ക്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത്രത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അതേ പറയുവാണെങ്കിൽ ഈ ചാക്കിൽ നിറച്ചുണ്ടായിരുന്നു. ഇത് ഇത്രത്തോളം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഇത് കൊണ്ട് കളയാൻ യാതൊരു മാർഗ്ഗമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ടെറസിൻ്റെ ഈ കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ ടെറസിൽ കൊണ്ട് ഉണക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ചൂടായിരിക്കും. നല്ല നമ്മൾ പാറയുടെ പുറത്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥയല്ലേ, ടെറസിൻ്റെ മേളിൽ നല്ല ചൂടായിരിക്കും. നമുക്ക് അവിടെ നിന്ന് ചവിട്ടി നിൽക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയല്ലേ, ആ ഒരു അവസ്ഥയിലിട്ടാണ് കേട്ടോ ഉണങ്ങിയത്. അപ്പോൾ അതേ ഉണങ്ങി ഈ ഒരു ബക്കറ്റിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് അതിൽ ഈ കറുത്തിരിക്കുന്നതൊക്കെ ആ ടെറസിലുണ്ടായിരുന്ന ഇങ്ങനെ ഒരു കറുത്ത പൊടിയുണ്ടല്ലോ, അത് കൂട്ടാണ് കേട്ടോ.
അപ്പോൾ അതേ നമ്മൾ കൊണ്ട് ഇട്ട് കത്തിക്കാൻ വേണ്ടി തുടങ്ങുവാണേ. ഇപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, ദൈവമേ എങ്ങനെയാണേലും കത്തുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നായാലും കുഴപ്പമൊന്നും പറ്റില്ല. ഇതിങ്ങനെ നമ്മൾ കൈ പിടിച്ചൊന്ന് ഇങ്ങനെ ഞെരിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പപ്പടം പൊടിയുന്ന പോലെ പൊടിയുന്ന ഒരു അവസ്ഥയാണ്. അത്ര ഉണങ്ങിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതുപോലെ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടോ കത്തുമ്പോൾ പേപ്പർ കത്തുന്നതിന് തുല്യമാണ് കേട്ടോ ഇത് പെട്ടെന്ന് കത്തിപ്പോകുന്നത്. കാരണം യാതൊരു ഈർപ്പും അതിലിരിക്കുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും രണ്ടാമത്തെ ഇട്ടാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കത്തിക്കുന്നതാണ് ഇത്. അപ്പം കുറേശ്ശെ ഇട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കത്തിക്കണ്ട, കുറേശ്ശെ ഇട്ട് കത്തിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും സക്സസ് ആയി. താങ്ക് യു.